പ്രേമ, ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാർ അവർ ഈ അടുത്ത ദിവസവും സൊമാലിയൻ തീരത്തൊരു കപ്പൽ പിടിച്ചെടുത്തു എന്നൊരു വാർത്തയുണ്ട്. ഇങ്ങനെ ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ അത് ആരാണ്? നമുക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്, പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് അവരവിടെ ചെയ്യുന്നത്? ഇപ്പോൾ ഈ പിടിച്ച കപ്പൽ ആരുടേതാണ്? ഈ വാർത്ത ആദ്യം എന്താണെന്ന് ഇപ്പൊ അത് ശ്രദ്ധയിൽപ്പെടാത്തവരുടെ ശ്രദ്ധയിലേക്ക് അത് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് കിടക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, ഒരു MV ലുത്തൂഫ് എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പൽ, അത് കാമറൂണിന്റെ പതാക വഹിക്കുന്നതാണ്. അതായത് അവരുടെ രജിസ്ട്രിയിലുള്ള ഇന്ത്യൻ കപ്പലല്ല. മനസ്സിലായി. പക്ഷെ അതില് 6 പേർ ഇന്ത്യൻ ജീവനക്കാരാണ്. മൊത്തം 10 ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 6 പേർ ഇന്ത്യൻ ജീവനക്കാരാണ്. അതിന്റെ കാരണം ഈ മർച്ചന്റ് നേവി എന്ന് പറയുന്ന അറിയാലോ, അതായത് ചരക്ക് കപ്പലുകളിൽ ലോകത്തുള്ള ചരക്ക് കപ്പലിൽ ഏതാണ്ട് 60% ജോലിക്കാരായിട്ടുള്ളത് ഇന്ത്യക്കാരാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കപ്പൽ അപകടം ഉണ്ടായാലും ഇതേപോലുള്ള പ്രശ്നം ഉണ്ടായാലും ഒരു ഇന്ത്യക്കാരൻ അതിലുണ്ടാവും. അപ്പൊ ആ രീതിയിൽ 10 ജോലിക്കാരുള്ളതിൽ 6 പേർ ഇന്ത്യക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കതിൽ ചെറിയൊരു കൺസേൺ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ കപ്പലിന്റെ പ്രത്യേകത, തുർക്കി സൈന്യത്തിനുള്ള ആയുധങ്ങളാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. അത് ആ കപ്പൽ ഇപ്പോൾ പിടിച്ചു വെച്ചേക്കുന്നത് സൊമാലിയൻ കടൽ കൊള്ളക്കാരും. അവിടെയാണ് ഈ പ്രശ്നം. തുർക്കിക്കുള്ള ആയുധങ്ങൾ, തുർക്കി സൈന്യത്തിന്റെ ഉള്ള ആയുധങ്ങൾ, ആ ആയുധങ്ങൾ ഈ കടൽ കൊള്ളക്കാരുടെ കൈ കിട്ടിയാലും പ്രശ്നമാണ്. അതിലുള്ള 10 ജീവനക്കാരുടെ ജീവിതം പ്രശ്നമാണ്. ആ കപ്പലിന്റെ ആസ്തി, കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ മുതലാണ്, അതും പ്രശ്നമാണ്. ഇതിപ്പോ നടന്നേക്കുന്നത് സൊമാലിയയില് പാൻലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഈ കൊള്ള സങ്കേതത്തിന്റെ ഒരു മേഖലയാണ്. കടൽ കൊള്ളക്കാർ തമ്പടിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ ആ തീരത്ത് നിന്ന് 3.5 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം, ഈ കപ്പൽ പിടിച്ചെടുത്തത്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് വേറൊരു കപ്പൽ ഇവർ പിടിച്ചിരുന്ന ഒരു MV സ്വാഡ് എന്നായിരുന്നു അതിന്റെ ആ കപ്പലിന്റെ പേര്. അപ്പൊ അത് ഒരു വലിയൊരു ചരക്ക് കപ്പലാണ്. അതിനെ മദർഷിപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ആ കപ്പലിലാണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത്. തീരത്തുനിന്ന് എന്ന് പിടിച്ചെടുക്കണ്ട, ആ കപ്പൽ വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ആ കപ്പലിൽ തമ്പടിച്ചിരുന്ന കടൽ കൊള്ളക്കാര് ഒരു സ്പീഡ് ബോട്ടിൽ ഏതാണ്ട് 8ഓളം പേര് ഈ കപ്പലിലോട്ട് ചെന്നു. അപ്പൊ സാധാരണഗതിയിൽ ഈ ചരക്ക് കപ്പലുകൾ ഈ നമ്മുടെ കടൽ കൊള്ളക്കാരുടെ ഭീഷണി ഉണ്ടെങ്കിൽ അതിൽ തോക്കേന്തിയ സുരക്ഷാ ഗാർഡുകൾ ഉണ്ടാവും. പക്ഷെ ഈ കപ്പലിൽ അങ്ങനെ ഇല്ല എന്നാണ് അറിവ്. എന്തോ ആയിക്കോട്ടെ, ഏതായാലും 10 ജീവനക്കാരുണ്ടായിരുന്ന അവർക്ക് ഇവരെ തടുത്തു നിർത്താൻ സാധിച്ചില്ല. ഈ 8 ആയുധധാരികളായിട്ടുള്ളവർ ഈ കപ്പലിൽ കടന്നു കയറി ഇപ്പൊ ഈ കപ്പല് ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഏതായാലും തുർക്കി സൈന്യത്തിന്റെ ആയുധങ്ങളായതുകൊണ്ട് തുർക്കി സേന ഹെലികോപ്റ്ററുകൾ അയച്ചിട്ടുണ്ട്, കപ്പൽ അയച്ചിട്ടുണ്ട്. അവരുടെ നിരീക്ഷണത്തിലാണ്. ഒരു പഴുത് കിട്ടിയാൽ അവർ കയറി അടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. തുർക്കി തന്നെ ആകുമ്പോഴത്തേക്ക് തുർക്കിയുടെ ആയുധം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നല്ല അത്യാവശ്യം തുർക്കി നല്ല ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരെന്നാണ്. ഇതിലൊരു കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട്, അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഇത് തുർക്കിയിലെ അതായത് അവിടുത്തെ തെഗിർദാഗ് എന്ന് പറയുന്ന ഒരു തുറമുഖത്തു നിന്നാണ് ഈ കപ്പൽ പുറപ്പെട്ടത്. ഇവര് പോയത് ടാൻസാനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പൊ ടാൻസാനിയയിലേക്ക് പോകുന്ന വഴിയിൽ ഇവർക്ക് മൊഗാദിഷു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ സൊമാലിയ ഉണ്ടല്ലോ, സൊമാലിയെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. ഈ മൊഗാദിഷുവിൽ തുർക്കി സൈന്യമുണ്ട്. തുർക്കി സൈന്യത്തിന് വേണ്ട സാധനങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് ടാൻസാനിയയിലേക്ക് പോകണം. അങ്ങനെ വരുന്ന വഴിയിലാണ് ഇവർ പെട്ടുപോയത്. അപ്പൊ ഇതില് ഉണ്ടായിരുന്നത് ആയുധങ്ങളുണ്ട്, ചില ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ടാൻസാനിയ ദാർ ഉസ് സലാം ആ തുറമുഖത്തേക്ക് പോയൊരു കപ്പല്. അപ്പൊ എന്തുകൊണ്ട് ഇവർ ഈ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിഴക്കൻ ആഫ്രിക്കൻ തീരത്തേക്ക് പോകുന്ന കപ്പലുകൾക്കെല്ലാം തന്നെ ഈ കപ്പൽ മാർഗത്ത്, ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അവിടെ ഈ ഏദൻ ഗൾഫ് എന്ന് പറയുന്ന ഒരു കടൽ മേഖലയുണ്ട്. അത് ക്രോസ് ചെയ്യാതെ അങ്ങോട്ട് പോകാനൊക്കില്ല. ഈ ഏദൻ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ സാമീപ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കപ്പലെന്നല്ല, ആ മേഖലയിൽ പോകുന്ന ഒട്ടുമിക്ക എല്ലാ ചരക്ക് കപ്പലുകൾക്കും ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഭീഷണിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. ഇനി എന്താണ് സംശയം? അല്ല, എന്റെ സംശയം ഈ സൊമാലിയൻ കൊള്ളക്കാരെന്ന് പറയുന്നത് അവരെ കുറിച്ചൊന്ന് വ്യക്തമാക്കാം. ഇവര് ജനിച്ചപ്പോഴേ കൊള്ളക്കാരായവരല്ല. അതെ, സിനിമ ഡയലോഗ് പറയുന്നത് ഈ സൊമാലിയൻ കൊള്ളക്കാർ, സിനിമ ഡയലോഗ് പറയുന്നവർ ആരും കള്ളന്മാരായിട്ട് ജനിക്കുന്നില്ല, സാഹചര്യങ്ങളാണ് കള്ളന്മാരായിട്ട്. കേട്ടിട്ടുണ്ട് ഒരുപാട് സൊമാലിയൻ കൊള്ളക്കാർ. നമ്മള് ചില പരിഹാസ രൂപേണ ചില പട്ടിണി കോലങ്ങളെയൊക്കെ കാണുമ്പോൾ സൊമാലിയയിലാണോ ജനിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. മനുഷ്യത്വരഹിതമായ കമന്റാണ്. കാരണം ദാരിദ്ര്യം അതിനെ സൂചിപ്പിക്കുന്ന അത് തന്നെയാണ് ഇവിടുത്തെ വില്ലൻ.
ഈ സൊമാലി എന്ന് പറയുന്നത് ആഭ്യന്തര കലാപങ്ങൾ മൂലം, തൊഴിലില്ലായ്മ മൂലം, പട്ടിണി മൂലം നരകിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഒരു കടൽ മേഖലയായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ നിരന്തരമായ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്നു, തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിയമ സംവിധാനങ്ങളില്ല. ഒരു കുറ്റകൃത്യം ചെയ്താൽ ശിക്ഷിക്കാനായിട്ട് പോലീസില്ല, സൈന്യമില്ല, കോടതിയില്ല. ആ ഒരു അവസ്ഥയിൽ ആ സൊമാലിയയുടെ കടൽ തീരം മുഴുവൻ മറ്റ് കയ്യൂക്കൊള്ളവന്മാരൊക്കെ കയ്യേറാൻ തുടങ്ങി. ഈ സൊമാലിയയിലുള്ളവരൊക്കെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിരുന്നു. 90കളിൽ ഈ കടൽ തീരം മുഴുവൻ വിദേശ ട്രോളറുകൾ വന്ന് അരിച്ചു പെറുക്കി ഇവരുടെ മത്സ്യസമ്പത്തുകൾ മുഴുവൻ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ സൊമാലിയക്കാർ പട്ടിണിയിലായിരുന്നു. അപ്പൊ ഇവര് ഈ മത്സ്യബന്ധനം മാത്രമല്ല, വലിയ വൻകിട രാഷ്ട്രങ്ങൾ അവരുടെ ആണവ മാലിന്യങ്ങൾ തള്ളാൻ പോലും, കപ്പലുകളിൽ കൊണ്ടുവന്ന് തള്ളാൻ പോലും ഈ സൊമാലിയൻ തീരങ്ങളിലേക്ക് വന്നു. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല, എന്തു ആവാം. ഇത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ അരിയിൽ വീഴുന്ന പാറ്റയായിരുന്നു. അപ്പൊ അവര് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് അവരൊരു സ്വയം പ്രതിരോധ സേന രൂപീകരിച്ച് ഇങ്ങനെ വരുന്ന കപ്പലുകളെ തടയാനും ചോദ്യം ചെയ്യാനും പിഴ ഈടാക്കാനും തുടങ്ങി. അവിടെയാണ് തുടക്കം. അപ്പോൾ ഈ വൻകിട കപ്പലുകളൊക്കെ ഈ പിഴ എന്ന് പറയുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരൊരു തുക കൊടുക്കാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ അന്നത്തെ ചിന്ത മാറി. കൊള്ളാമല്ലോ, കഷ്ടപ്പാട് മറ്റേ മത്സ്യം പിടിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനേക്കാൾ വളരെ ലാഭകരമായ പരിപാടിയാണിത്. അങ്ങനെ തുടങ്ങിയ അവർ ക്രമേണ കടൽ കൊള്ളക്കാരായി മാറി. ചെറുകിട സംരംഭം, കുടിൽ വ്യവസായമായിട്ട് തുടങ്ങിയത് ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി വമ്പൻ കൊള്ള സങ്കേതങ്ങളുണ്ടല്ലോ, വലിയ മാഫിയ സംഘങ്ങൾ, അവരിവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. എന്നിട്ട് അവര് ഇവർക്ക് വേണ്ട ആയുധങ്ങൾ, സ്പീഡ് ബോട്ടുകൾ, GPS സംവിധാനങ്ങൾ, വിലപേശാൻ വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ് ഫോണുകൾ അടക്കം എത്തിച്ചു കൊടുക്കും. എന്നിട്ട് ഇവരുടെ ഏതൊക്കെ ചിലപ്പോൾ അമേരിക്കയിലേക്കുള്ള വമ്പൻ മാഫിയ സംഘങ്ങളൊക്കെ ആയിരിക്കാം, അവരുടെ നിയന്ത്രണത്തിലാണ് വാസ്തവത്തിൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ. ലഭ്യമായ വിവരപ്രകാരം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പൻലാൻഡ് അവിടെ മാത്രം 3 കൊള്ളസങ്കേതങ്ങളുണ്ട്. ഈ കടൽ കൊള്ളക്കാരുടെ 3 കൊള്ളസങ്കേതങ്ങളുണ്ട്, അല്ലെങ്കിൽ സംഘങ്ങളുണ്ട്. അതിൽ എത്ര പേരുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു കണക്കുമില്ല. ഒരു സ്പീഡ് ബോട്ട് മിനിമം ഒരു 10 പേരെയൊക്കെ ഉൾക്കൊള്ളും. അത്ര ഉള്ളൊരു സംഘമായിരിക്കും പോവുക. ജീവൻ പണയം വെച്ചുള്ള പരിപാടിയാണ്. ഇവർ കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ പിടിച്ചടക്കുന്ന കപ്പലുകൾക്ക് ചോദിക്കുന്ന മോചനദ്രവ്യവും വളരെ ഭീമമാണ്. ഒരു സാധാരണ ചരക്ക് കപ്പലാണെങ്കിൽ, ഒരു എണ്ണക്കപ്പലോ സാധാരണ ചരക്ക് കപ്പലാണെങ്കിൽ മിനിമം ഒരു 30 കോടി രൂപ ചോദിക്കും. ഇന്ത്യൻ കറൻസിയിലാണ് 30 കോടി രൂപ ചോദിക്കും. ഈ ഏറ്റവും ഒടുവിൽ ഒരു ബംഗ്ലാദേശിന്റെ ഒരു കപ്പലുണ്ട്, അതിന്റെ പേര് MV അബ്ദുള്ള എന്നാണ്. ആ കപ്പല് മോചിപ്പിക്കാൻ വേണ്ടി 41 കോടി രൂപയാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടി അവരുടെ കപ്പലിലോട്ട് ഇട്ട് കൊടുത്തു. അവർ ആ ചാക്ക് കെട്ട് എടുത്തുകൊണ്ട് അവരവരുടെ സ്പീഡ് ബോട്ടിൽ ആ കപ്പൽ ഉപേക്ഷിച്ച് പോയി. അങ്ങനെയാണ് അത് മോചിപ്പിക്കപ്പെട്ടത്. മറ്റൊരു ചരിത്രമുള്ളത് 2011 അത് ആ കപ്പലിന്റെ പേര് ഐറിൻ SL എന്ന് പറയുന്ന ഒരു കപ്പൽ. ആ കപ്പലാണ് റെക്കോർഡ് 112 കോടി രൂപ. അത് ഏത് രാജ്യം എന്ന് എനിക്ക് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഐറിൻ SL എന്ന് പറയുന്ന കപ്പൽ 112 കോടി ആണ് മോചനദ്രവ്യം മേടിച്ചത്. ഇവരിതിന്റെ ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത് പിടിച്ചെടുത്ത കപ്പൽ ഏത് രാജ്യത്തിന്റെയാണെന്ന് നോക്കും. ഇപ്പൊ അമേരിക്കയോ അല്ല ഇന്ത്യയോ ഏതെങ്കിലും സമ്പന്നമായ രാജ്യത്തിന്റെ കപ്പലാണെങ്കിൽ ഇവർ റേറ്റ് അങ്ങ് കൂട്ടും. ആ കപ്പലിലുള്ള ചരക്ക് എന്താണെന്ന് നോക്കും. ഇപ്പൊ തുർക്കിയുടെ ഈ കപ്പല് അവരുടെ കസ്റ്റഡി വരികയാണെങ്കിൽ അവർക്ക് ലോട്ടറിയാണ്. കാര്യം യുദ്ധോപകരണങ്ങളാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് കൊണ്ടുപോകുന്നത് വളരെ വില കുറഞ്ഞ എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ ഇവർക്ക് ഇത്ര വിലപേശാൻ പറ്റില്ല. പിന്നെ അതിൽ കുടുങ്ങിയ ജീവനക്കാരുടെ എണ്ണം, അവരുടെ ജീവന്റെ വില, ഇതൊക്കെ വെച്ചിട്ടാണ്. ഏതായാലും ഈ കടൽക്കൊള്ളക്കാരെ എന്ന് പറയുന്നത് ഒരു ആഗോള ഭീഷണി എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഈ കപ്പലുകളിൽ പോകുന്ന ഗാർഡുകളുണ്ടല്ലോ, അവരിവരെ വെടിവെച്ച് കൊന്നാല് ഒരു കേസും ഇല്ല, പരാതിയിലൊന്നുമില്ല. അതാണ് നിലവിലെ അവസ്ഥ. ഏതായാലും ഈ ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും നേവികൾ സംയുക്തമായിട്ട്, ഇപ്പൊ ഇന്ത്യൻ നേവി തന്നെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഈ പറയുന്ന സൊമാലിയൻ തീരത്തു നിന്നുള്ള കടൽക്കൊള്ള ഏതാണ്ട് 44 പേരെയാണ് പിടികൂടിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ്
പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. അതെ വധിക്കുകയല്ല, അതെ നിവൃത്തിയില്ലെങ്കിലേ വധിക്കുകയുള്ളൂ. അതെ. ഇവരെ പിടികൂടിയിട്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് അവർക്ക് ജീവപര്യന്തം തടവ് ഉം, ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഉം, ഉം, ഇതാണ് ഒരു കോമൺ പ്രൊസീജിയർ ഇതാണ്. ഉം. ഏതായാലും സൊമാലിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. അവിടെ ഒരു ഭരണകൂടമുണ്ട്. ഉണ്ട് ഒരു അദ്ദേഹത്തിന്റെ പേര് രാജാവ് അല്ലേ? ആ, ഹസൻ ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ നിലവിലെ പ്രസിഡന്റ്. കുറെ മക്കളും ഒക്കെ ആയിട്ടൊക്കെയുള്ള അങ്ങനെ എന്തോ ഒരു കഥയൊക്കെ അതിനെ ഞാൻ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ഇതല്ല, അത് വേറെ ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്, എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഓക്കെ. ഏതായാലും ഈ പറയുന്ന സൊമാലിയ ഈ കടൽക്കൊള്ളക്കാര് മാത്രമല്ല, ഉം, അവിടെ അൽ ഷബാബ് എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനമുണ്ട് ആ നാട്ടിൽ. ഇതിന്റെ പോരാത്തതിന് ഇത് പോരാന്ന്. ആ, ആ. അപ്പൊ അവരും ഭരണകൂടവുമായിട്ടുള്ള അടിയും ഇടിയും അവിടെ ഒരു നേരത്തെ പറഞ്ഞ ഭരണാധികാരിയുടെ പേരെന്തായിരുന്നു? ഹസൻ ഷെയ്ഖ് മഹ്മൂദ്, അദ്ദേഹം രാജാവാണോ? പ്രസിഡന്റ്, ഓ, നിലവിലെ പ്രസിഡന്റ് പ്രസിഡന്റ്. ആ, ആ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ഓഹോ, ഹോ, ഹോ. അപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അൽ ഷബാബ് എന്ന് പറയുന്ന ഭീകര സംഘടനയായിട്ട് ഗിവ് ആൻഡ് ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ പറയുന്ന ഭരണകൂടം ഉണ്ടെങ്കിൽ തന്നെയും, അത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ തന്നെ, അതൊരു കടലാസ് സംഘടന, അവർക്ക് കാര്യമായ പവർ ഒന്നും ഇല്ല, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു സെറ്റപ്പ്. അപ്പൊ അങ്ങനെയുള്ളൊരു നാട്ടിൽ ഇതല്ല, ഇതിന്റെ അപ്പുറവും നടക്കും.